ഒട്ടും ആഹാരം കഴിക്കാത്ത കുഞ്ഞുള്ള അമ്മയാണ് നിങ്ങൾ എന്ന അവർക്കുള്ളൊരു പേടിയാണ്. അതുപോലെ തന്നെ എനിക്കും ഉള്ളൊരു പേടിയാണ്. എൻ്റെ കുഞ്ഞ് ഒട്ടും ആഹാരം കഴിക്കത്തില്ല. അപ്പോൾ ഏത്തയ്ക്ക ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. മധുരത്തിന് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നു. ശർക്കരയോ പനം കൽക്കണ്ടവുമാണ് ചേർക്കേണ്ടത്. ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നു. അല്പം ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ. വെള്ളമൊന്നും ഞാൻ ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. അരയ്ക്കുന്നതനുസരിച്ച് അല്പമായിട്ട് ഞാൻ പാല് തിളപ്പിച്ചതോ അല്ലെങ്കിൽ അല്ലാത്തതായിട്ടുള്ള പാലോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ് കേട്ടോ. അമൃതം പൊടി ഞാൻ ഒരു കപ്പ് അളവിന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് എടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് ചെറിയൊരു പേടി ഉള്ളതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഒന്ന് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പം പിള്ളേർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയ സാമ്പിൾ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അളവ് കൂട്ടി നമുക്ക് ഉണ്ടാക്കാം. കുഞ്ഞിന് ഞാൻ പല രീതിയിലുള്ള റെസിപ്പിയും കാര്യങ്ങളും യൂട്യൂബ് തന്നെ നോക്കി കുറേ സാധനങ്ങളുണ്ടാക്കും. അവൾ അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമമാണ്. അങ്ങനെ അംഗൻവാടി ടീച്ചർ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് അമൃതം പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവ് കൂട്ടാൻ വേണ്ടി നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർക്കാതെ പാല് കൂട്ടി ഒരു ദോശമാവിൻ്റെ പരുവത്തിലേക്കാക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിലേക്ക് ഞാനൊരു ചെറിയൊരു വട്ടപ്പാത്രം അല്ലെങ്കിൽ നമ്മുടെ ചോറ്റുപാത്രം ഉണ്ടല്ലോ, അതിലേതിലൊരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് തൂത്തിട്ട് നമ്മുടെ ഇളക്കി വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്പം ഡെക്കറേഷന് വേണ്ടി ഞാനിവിടെ ഏത്തയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനം ആവിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞിന് ഇത് ഇങ്ങനത്തെ ഐറ്റമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിയതാണ് കേട്ടോ. ഇപ്പം ഇത് ഉണ്ടാക്കിയപ്പോഴത്തേന് കുറച്ചൊക്കെ അവൾ കഴിച്ചു. എന്തായാലും അവൾക്ക് വേണ്ടി കഴിക്കണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ കുറച്ചെങ്കിലും കഴിച്ചുകൊണ്ട് അത്രയും കൂടെ സന്തോഷം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് പിന്നീട് വന്ന വീഡിയോയിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.